അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ചക്കായതല്ല, ഇന്ന് ഓണമല്ലേ, തിരുവോണമായിട്ട് മാങ്ങാങ്കട്ട ഒരു സർപ്രൈസായിട്ട് ഇന്നൊരു സർപ്രൈസ് നമ്മളൊരു ഫ്രണ്ടിന് കൊടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് എന്ന് വെച്ചാൽ ഇതായി ഉറങ്ങുന്നതാണ് ഈ സർപ്രൈസ്. നമ്മളെ പ്രവാസികളെ ഓണം അറിയാമല്ലേ, ഇങ്ങനെ വരും, ഇരിക്കും, കിടക്കും, എണ്ണിച്ച് പോവും. രാവിലെ വരും, കിടക്കും, പോവും. ഓണമാണെന്ന് പോലും അറിയുന്ന വീട്ടിൽ വിളിക്കുമ്പോഴാണ്. സദ്യ മേടിക്കാമെന്ന് പറഞ്ഞിരുന്ന, നടന്നില്ല, ഉറങ്ങിപ്പോയി. രണ്ട് പെഗ് അടിക്കാമെന്ന് വെച്ച് ഇരുന്ന പെഗും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നിങ്ങനെ ഓണം ഇങ്ങനെ അങ്ങ് പോയി. ഇനി തിരുവോണം ഉണ്ണ ഒരു കൊല്ലം കാത്തിരിക്കണം. നമ്പുരാൻ അറിയാം ആരൊക്കെ ഉണ്ടെന്ന്. നാട്ടിൽ പോയിട്ട് വേണം ഓണം ഉണ്ണ. പിന്നെ എല്ലാവരും ഓണമൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കല്ലേ. ഇത് കണ്ടതാ, അയ്യേ, ഇത് തന്നെ നമ്മളെ ഓണം. അല്ല എന്ത് ഓണം, നമുക്കോണം ഇത് തന്നെ. മറ്റേ ബംഗാളി ചോദിച്ചോണക്ക് ക്യാ ഓണം ഹേ. രാവിലെ എണ്ണ വെച്ച് കുളിച്ചോണ്ടെന്ന് ചോദിച്ചു ക്യാ ഹേ വൈ, പതിവില്ലാത്ത ഒരു പരിപാടി എന്തുവന്ന്. അതേപോലെ തന്നെ ഒന്നുമില്ല, നമുക്ക് ഇതൊക്കെ തന്നെ ഓണം. അപ്പം ശരി, എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട്. ഇത്രേ ചെറിയെന്ന്. അപ്പം ശരി.